ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതൊരു സീരിയസ് മാറ്ററാണ് ഞാനിപ്പോൾ പറഞ്ഞു പോണേ. ഞാൻ കുറച്ച് മുന്നേ ലൈവിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ കണ്ട് ഞാനും അഭിഷേക്കും നമ്മളൊരു ഫംഗ്ഷനിൽ വന്ന് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായി. പക്ഷേ ഫോൺ വിളിച്ച് ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് 6 മണിക്കൂറായി ഈവനിങ്. സോ നമ്മൾ ഫംഗ്ഷൻ്റെ സ്ഥലത്തിലേ പോയി. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും അസിസ്റ്റന്റും അവിടെ പോയിട്ട് 2 പേരൊക്കെ വിളിച്ചിട്ടുണ്ടായി. പക്ഷേ ഇവന്റ് ഓർഗനൈസർ ആണ് വന്ന് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര മോശമായിട്ട് എൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായി. നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല, നമ്മൾ ട്രാവലിംഗിന്റെ പേയ്മെന്റ് ചെയ്തിട്ടില്ല. പിന്നെ അഭിഷേക് ഞാനും വന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ, നമ്മളത് സംസാരിച്ചിട്ടാണ് അഭിഷേകിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടോ, അഭിഷേകിന്റെ ഫോട്ടോ വീഡിയോ വൈറ്റ് എല്ലാം എഡിറ്റ് നമ്മൾ തന്നിട്ടുണ്ടോ, എല്ലാം തന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന ടൈമിൽ ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ കുറെ ശ്രമിച്ചിട്ട് ഫോൺ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒന്നും റെസ്പോണ്ട് കിട്ടില്ലാത്ത ഞാൻ അപ്പത്തന്നെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ. കംപ്ലൈന്റ് ചെയ്യുന്ന വേണ്ടി പോയി പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഒരു ആള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് ഇവന്റ് ഓർഗനൈസർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ. എനിക്ക് ഒരു കംപ്ലൈന്റ് ഞാനൊരു മലയാളി അല്ല, ഞാനൊരു കേരളൈറ്റ് അല്ല പറഞ്ഞിട്ട് ആള് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ പോലീസുകാരന് ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസുകാരന് അവന്റെ ഫേവറിസമിലാണ് സംസാരിച്ചിട്ട്, അവന്റെ ഫേവറിറ്റിസം കാണിച്ചിട്ട് അവന്റെ കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്നെ ഒന്നും പറയാനൊന്നും ആവശ്യമില്ല. എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ പറയാം. അഭിഷേക് തുമ്മി പോലോ കുസ് മലയാളം. സോ നമ്മളോട് കുറെ നേരമായി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്തിട്ട് ഒരു 5-6 hours നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി കുറെ ഒരു 10-20 വട്ടം വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവന്റ് ഓൾറെഡി തുടങ്ങി. ജാനുവിനോട് പറഞ്ഞു വെച്ചിരുന്ന ആ സ്ലോട്ടിലുള്ള ഷോ സ്റ്റാർട്ടർ ജാനു ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ഇവന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ പേയ്മെന്റ് ആദ്യം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മളിപ്പോൾ കേട്ടത് ജാൻമണി ദാസിന്റെയും അഭിഷേകിന്റെയും സംസാരമാണ്. ജാൻമണി ദാസ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലും അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റന്റ് എന്ന രീതിയിലും നമുക്ക് പരിചിതമാണ്. അഭിഷേകും അതുപോലെ തന്നെ. ഇവർ രണ്ടുപേരും പറയാൻ ആഗ്രഹിക്കുന്ന ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു വേദി പങ്കിടാനായിട്ട് ഒരു പ്രോഗ്രാമിനായിട്ട് ഓർഗനൈസേഴ്സ് വന്ന് കാണുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്യുന്നു, ഇവർ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പ്രോഗ്രാമിന്റെ തലേ ദിവസം ഇവരുടെ ഹോം ടൗണിൽ നിന്ന് യാത്ര ചെയ്ത് ട്രാവൽ എക്സ്പെൻസുകൾ എല്ലാം അവരുടെ പോക്കറ്റിൽ നിന്നും എടുത്ത് അവർ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അങ്ങനെ സ്ഥലത്ത് എത്തിച്ചേർന്നതിന് ശേഷം പ്രോഗ്രാം നാളെയാണെങ്കിൽ അവർ തലേദിവസമാണ് എത്തുന്നതിന് ശേഷം അവർ ഫോൺ വിളിക്കുന്നുണ്ട് സംഘാടകരെ. ആരും തന്നെ ഫോൺ ആൻസർ ചെയ്യുന്നില്ല. 1 പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു, ആരും തന്നെ ഫോൺ ആൻസർ ചെയ്യുന്നില്ല. ഏകദേശം ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 20-30 വട്ടം ഇവർ ഫോൺ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആരും ഫോൺ ആൻസർ ചെയ്യുന്നില്ല. പിറ്റേ ദിവസം പ്രോഗ്രാം ആണ്. ആ പ്രോഗ്രാമിന് വേണ്ടി ഇവർ ഡ്രസ് ചെയ്യുന്നു, മേക്കപ്പ് ചെയ്യുന്നു, എല്ലാ രീതിയിലും റെഡി ആയിട്ടിരിക്കുന്നു. അതിനുശേഷം ഫോൺ ചെയ്തിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടും ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം ഇവർ ഡയറക്റ്റ് ആ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ ചെല്ലുമ്പോൾ അറിയാൻ സാധിച്ചത് ഇവർ ഏത് രീതിയിലാണോ ആ വേദി പങ്കിടാൻ ഉദ്ദേശിച്ചത് ആ രീതിയിൽ അവിടെ മറ്റേതോ ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ അവരുടെ ആ റോൾ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞു. പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഏകദേശം അവസാനിക്കാറായി എന്നൊക്കെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഓർഗനൈസേഴ്സ് ഇവരെ പച്ചയ്ക്ക് പറ്റിക്കുക തന്നെയല്ലേ ചെയ്തത് അല്ലെ. എത്രയോ ദൂരം ഇവർ രണ്ടുപേരും ട്രാവൽ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി എത്തിയത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള പല വാർത്തകളും ഇന്റർവ്യൂകളും വെച്ച് പല സെലിബ്രിറ്റീസും ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് എത്താമെന്ന് സമ്മതിക്കുന്നു 100% പേയ്മെന്റ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 75% എങ്കിലും പേയ്മെന്റ് അഡ്വാൻസ് കിട്ടിയിട്ട് മാത്രമായിരിക്കും. ഇവിടെ ജാൻമണിയും അഭിഷേകും പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർക്ക് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇവരുടെ ട്രാവൽ എക്സ്പെൻസ് ഉൾപ്പെടെ ഇവർ പോക്കറ്റിൽ നിന്നാണ് എടുത്തത്. പ്രോഗ്രാം കഴിഞ്ഞു കഴിയുമ്പോൾ തരാമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് പ്രോഗ്രാമിന് വന്ന ശേഷമാണ് ഇങ്ങനെ ഒരു അമളി പറ്റിയ കാര്യം ഇവർ രണ്ടുപേരും തിരിച്ചറിയുന്നത്. ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ ഏതൊരാൾക്കാരും ചെയ്യുന്നത് പോലെ തന്നെ ഇവരും ഓടിച്ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, ഇവർക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇവരെ ഓർഗനൈസേഴ്സ് പറ്റിച്ചതിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ പോലും പോലീസുകാർ ഓർഗനൈസേഴ്സിന് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത് എന്നാണ് ജാൻമണിയും അഭിഷേകും അഭിപ്രായപ്പെടുന്നത്. ഒരു ടോക്ക് ഉണ്ടായില്ല ജാനു, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെ നടക്കില്ല, അങ്ങനെ ഒരു മലയാളി അല്ലാത്ത ഒരു ഡിസ്ക്രിമിനേഷൻ പോലുള്ള ഒരു ടോക്ക് ഉണ്ടായി. അപ്പം ബാക്കി എന്താ ചെയ്യേണ്ടത് നോക്കാം അല്ലേ. അത് പബ്ലിക് ഇപ്പോൾ നിങ്ങളെ പറയൂ, കലിക്കറ്റിലെ ഉണ്ടോ ആൾക്കാർ നിങ്ങളെ പറയൂ. നമ്മളെ മലയാളി അല്ലാത്ത ഒരു ആൾക്കാർ, ഞാൻ മലയാളി അല്ല, ഓക്കെ ഫൈൻ, പക്ഷെ ഓഫ് ഹിസ് ഫോൺ ആ കോർഡിനേറ്റർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ വേണ്ടി ആളെ സമ്മതിച്ചിട്ടില്ല.
ഞാൻ എന്നെ വിളിച്ചിട്ടില്ല, എന്നെ കൂടെ എങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് ട്രാവലിംഗിന്റെ മാത്രം 25,000 ഉള്ളൂ. ബാക്കി അഭിഷേകിന്റെ പേയ്മെന്റ് ഇല്ല, എന്റെ പേയ്മെന്റ് ഇല്ല. നമ്മൾ ഫ്രീ ആയിട്ട് പറഞ്ഞ അവനെ എന്റെ അച്ഛന്റെ മക്കളാണ്. So he's my brother, so I have to do that freely. This kind of chutia people, I don't know how to say in Malayalam. इनकी हिंदी ले पढ़ा मुझे इतना चूतिया लोग मैं जिंदगी में नहीं देखा है. So this is our like after many long time we are doing like one nice event. We thought like okay we will go together because normally namle together we namle pochilla. This is our first time event, me and Abhishek, and this is the things are happening. സോ അത് നമ്മൾ എന്താ ചെയ്യാൻ പറയൂ. ഈ വീഡിയോ നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും പ്ലീസ് ഷെയർ ആക്കൂ. അതാ കാരണം ഓരോ ഇവന്റിലെ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഡിസ്റെസ്പെക്ട്ഫുൾ ആക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ബാഡ് ബിക്കോസ് ദേ ഹാവ് ടു പേ ആസ് അറ്റ്ലീസ്റ്റ് അവർ ട്രാവലിംഗ് ചാർജസ് ആൻഡ് what called the food bill and all. So hotel also they didn't pay till now. So it is very bad. So we don't know what to do right now. സോ നിങ്ങൾ എത്ര ഈ വീഡിയോ ഷെയർ ആക്കാൻ പറ്റും ഷെയർ ആക്കൂ. അഭിഷേക് ഞാൻ നമ്മളെ ഫസ്റ്റാക്കാണ് കെലിക്കറ്റില് പോലീസ് പോലെ നമ്മളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആക്കിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണിനെ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്ത് ആളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബാക്ക് പറയണം നിങ്ങളെ വിളിച്ചിട്ടാണ് ഈ ആൾക്കാർ ഇവിടെ ഗസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ. അതേപോലെ പറഞ്ഞിട്ടില്ല. ആളെ എനിക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടോ. നമ്മുടെ ഒരു ചെറിയ ഇവന്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ പോകണുണ്ടോ പറയൂ ഒരു കാര്യം. അതാണ് മെനേഴ്സ്. I don't know that. I'm really upset. I don't know this kind of third class people what they are doing these things. So ഞാൻ ഒരു തേർഡ് ക്ലാസ് പറഞ്ഞില്ല. എല്ലാവർക്കും വിചാരിക്കുന്ന ജന്മനി അങ്ങനെ പറയാം. പക്ഷെ ഇങ്ങനെ പോലെ ആൾക്കാർക്ക് ഞാൻ തേർഡ് ക്ലാസ്സേ പറയത്തുള്ളൂ. കാരണം ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യില്ല. എത്ര ദൂരത്തിലെ കെലിക്കറ്റ് കൊച്ചി ടു കെലിക്കറ്റ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എത്ര കിലോമീറ്റർ ഉണ്ടോ എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് രണ്ട് ആളെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ ആളുടെ ഫോൺ പിക്കപ്പ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്ന ഒരു ആൾക്ക് നിങ്ങളെ ഫംഗ്ഷനിൽ പോവണ്ട, നിങ്ങളെ പോയില്ല, നമ്മളെ ഫംഗ്ഷൻ നിങ്ങളെ ഇല്ലത്തെ നമ്മളെ ചെയ്യാൻ പറ്റും അതൊക്കെ പറയാൻ വേണ്ടി ഉണ്ടെങ്കിൽ yes or not അഭിഷേക് what I am saying that is the one basic manners. ഈ manners ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ തേർഡ് ക്ലാസ് പറയുന്നില്ല ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം. പബ്ലിക് പറയാൻ ജർമ്മനി ഡിസ്ക്രിമിനേഷൻ ചെയ്ത ക്ലാസ് കാണിച്ചിട്ടുണ്ടോ. പിന്നെ ഈ ആൾക്കാർക്ക് ഞാൻ എന്താ ക്ലാസ് പറയാം അതാ നിങ്ങളാണ് എനിക്ക് പറയുന്നത്. Okay, so please share this. I don't know that. Anyways, thank you so much. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മലയാളിയല്ല അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളല്ല എന്നുള്ള പേരിൽ ജാൻമണി ദാസിനെ വേർതിരിച്ച് മാറ്റി നിർത്തുവാനാണ് പോലീസുകാർ ശ്രമിച്ചത് എന്നുള്ളതാണ്. നമ്മൾ മലയാളികളെല്ലാം കേരളത്തിൽ തന്നെ ജോലി ചെയ്ത് കേരളത്തിൽ നിന്ന് തന്നെ വരുമാനം കണ്ടെത്തുന്നവരല്ലല്ലോ. അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന കുറെ മലയാളികളുണ്ട്. അവരെ എല്ലാം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പോലീസുകാരോ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരോ ഇങ്ങനെ ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ജാൻമണിദാസ് ഇവിടെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഞാനൊരു മലയാളി അല്ല എങ്കിൽ പോലും ഞാൻ കേരളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ കേരളത്തിൽ കുറെ അധികം സെലിബ്രിറ്റീസിന് മേക്കപ്പ് ചെയ്യുന്ന ഒരു പ്രവർത്തകയാണ്, ഒരു ജോലിക്കാരിയാണ്. എന്നിട്ട് പോലും കേരളത്തിൽ നിൽക്കുന്ന എന്നോട് ഇങ്ങനെ പോലീസുകാർ ചെയ്തതിനോട് എനിക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്ക് എന്താണ് അവരോട് മറുപടി പറയേണ്ടതെന്നറിയില്ല. ഏത് പരിപാടിയാണെന്നോ അല്ലെങ്കിൽ ഓർഗനൈസേഴ്സിന്റെ പേരുകളോ ഈ വീഡിയോയ്ക്കകത്ത് അവർ പൂർണ്ണമായും പങ്കുവെക്കുന്നില്ല. മേ ബി കേസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കാം. ഏത് തന്നെയാണെങ്കിലും ഇവർ രണ്ടുപേരും പറയുന്നത് സത്യമാകാനാണ് സാധ്യത. ഏതെങ്കിലും കുറച്ച് ഓർഗനൈസേഴ്സിനെ കുറച്ച് കരിവായിട്ട് തേച്ചേക്കാം എന്ന് വിചാരിച്ച് ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ന്യായമായും കിട്ടേണ്ട നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാം അല്ലെ. മലയാളി അല്ല എന്നുള്ള ഒരു പേരിൽ ജാൻമണിദാസിന് അങ്ങനെയുള്ളൊരു വേർതിരിവോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മലയാളികൾ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഭാവിയിലെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിലെങ്കിലും ഇങ്ങനെയൊന്നും ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരാൾക്കും നേരിടേണ്ടി വരാതിരിക്കട്ടെ അല്ലെ. അവരെ അറിഞ്ഞുകൊണ്ട് പറ്റിച്ചതാണെങ്കിൽ ആ സംഘാടകർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കാം അല്ലെ. ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സ്.